അത്യാവശ്യം ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ക്ലോസും ചെയ്യാം കേട്ടോ. കറക്റ്റായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ. ഞാൻ ഈ ലൈറ്റിന്റെ പവർ കാണിച്ചു തരാം കേട്ടാ. ഹലോ ഗായ്സ്, ആക്രിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇത് വെച്ചൊരു പുതിയ ടെറാറിയം ബോട്ടിൽ ഉണ്ടാക്കാം, വെറൈറ്റി ടെറാറിയം ബോട്ടിൽ ഉണ്ടാക്കാം. അപ്പൊ ആദ്യമേ നമുക്ക് ഇതിനകത്ത് സ്കോർ ചെയ്യാം. ഇത് വെച്ച് സ്കോർ ചെയ്യാം കേട്ടാ. അപ്പൊ ഫുള്ള് സ്കോർ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് സോൾഡറിങ് അയൺ വെച്ച് ഇത് കട്ട് ചെയ്തെടുക്കണം. സോൾഡറിങ് അയൺ വെച്ച് ചൂടാക്കി കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതിന്റെ വേറെ കട്ട് ചെയ്യണ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി സ്കോർ ചെയ്ത് വെച്ച സ്ഥലത്ത് നമ്മ ഈ സോൾഡറിങ് അയൺ വെച്ച് ചൂടാക്കി പൊട്ടിച്ചെടുക്കുന്നത് ഇങ്ങനെ ഇതാ മതി. സോൾഡറിങ് അയൺ വെച്ച് ചൂടാക്കി പൊട്ടിച്ച് തന്നെയായിരുന്നു. പക്ഷെ ഒരു പണി പാളിപ്പോയി. ഇപ്പുറത്തെ സൈഡിൽ കൂടി അത് കയറി, കുപ്പിയുടെ നടുക്ക് ഇങ്ങോട്ട് കയറി, വേറൊരു പൊട്ടൽ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചൊന്നും ചെയ്യാൻ പറ്റൂല. കുഴപ്പമില്ല, നമുക്ക് ബാക്കി ഭാഗം വേറെ ഏതെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാൻ വേറെ എടുക്കണാണ്. വേറൊരു കുപ്പി എടുത്തിട്ടുണ്ട്. അത് വെട്ടിയെടുത്ത് ഒരിത്തിരി സാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാൻഡ് ചെയ്തൊന്ന് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇങ്ങനെയും കൂടി സ്കോർ ചെയ്തിട്ടുണ്ടേ. അതും കൂടി നമുക്ക് പൊട്ടിച്ചെടുക്കണം. അപ്പൊ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പൊക്കി നോക്കാം. സാൻഡ് പിടിച്ചൊന്ന് എടുക്കാം. ഇത് 3 എണ്ണവും സാൻഡ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടേ. ഇനി അടുത്തത് നമുക്ക് ഈ അളവിൽ ഒരു ചില്ല് നമുക്ക് മുറിച്ചെടുക്കണം. ഇതിന്റെ അളവ് എടുത്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ചെറിയൊരു കർവ് ഉണ്ട്, ബോട്ടിലിന്റെ കർവാണ്. നോക്കോട്ടാ, ഇപ്പുറത്ത് ഒരു കർവ്, ഇത്തിരി ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ കട്ട് ചെയ്യാൻ ഇത്തിരി പ്രശ്നമാണ്. എന്നാലും നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇത് മുറിച്ചിട്ട് കുറച്ച് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൈമുറിയാത്ത രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. സിലിക്കോൺ വെച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ. സിലിക്കോൺ കുറച്ച് മാത്രം നമുക്ക് ഒട്ടിച്ചെടുക്കാം. തുറന്നിട്ട് ബാക്കിയും കൂടി ഒട്ടിച്ചെടുക്കണം. മാസ്കിൻ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഒന്നും കൂടി നമുക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാം മാർക്ക് ചെയ്തേക്കണ അവിടെയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഇതെന്താ ഇങ്ങനെ പൊട്ടിപ്പോയി? കുപ്പിയുടെ മുകളിലത്തെ ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. അത് ചെയ്തു വന്നപ്പോൾ പൊട്ടിപ്പോയി. അപ്പൊ നമുക്ക് ഇത് വെച്ചുണ്ടാക്കാം കേട്ടോ. മുകളിലത്തെ ഭാഗം നമുക്കൊന്ന് ഇത് സാൻഡ് ചെയ്തെടുക്കാം. നമുക്കപ്പോൾ ഇതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനത്തെ റീപ്പർ വെച്ച് കുറേ സാധനങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ മുകളിലത്തെ ഭാഗം പൊട്ടിപ്പോയല്ല, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം, റീപ്പറെല്ലാം കൂടി. അപ്പം ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കണേ. അപ്പം നമുക്കിവിടെ ഡ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഡ്രില്ല് ചെയ്തൊരു ഹോൾ ഇടാം. അതേപോലെ നമുക്ക് ഇപ്പുറത്തെ ഹോൾ ഇടണേ. ഇനി ഫയൽ വെച്ച് നമുക്കൊന്ന് ഫയൽ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഇവിടെ ചെറിയ ഫയലാണ്. ഇനി നമുക്കൊന്ന് സാൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാനപ്പോൾ വേറെ 4 പീസ് എടുത്തിങ്ങനെ ഒട്ടിച്ചതേ വെറുതെ ഒന്ന് സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ ഷേപ്പിൽ. അപ്പം ഞാൻ അത് സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സാൻഡ് ചെയ്തിട്ട് ഒന്ന് പോളിഷ് അടിച്ചെടുത്തിട്ടുണ്ട്. ലൈറ്റായിട്ടൊന്ന് അടിച്ചിട്ടുള്ളൂ പോളിഷ്. ഇത് നേരെ ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. സിലിക്കോൺ തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അതിന് നമുക്ക് ഈ ലൈറ്റ് ഉണ്ടല്ലോ, എൻ്റെ നേരത്തെ വീഡിയോ ഇത് ഉണ്ടാക്കണ എങ്ങനെയാണെന്നാണ് കാണിച്ചേക്കണേ.
ആ ലൈറ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യണം. ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കോ. ഈ ബോക്സിന്റെ അകത്തേക്കാണ് ഞാൻ വെച്ചേക്കണം കേട്ടാ. കാണിക്കാം. ഇതിവിടെ റീചാർജ് ചെയ്യണ മോഡ്യൂൾ, ഇത് കൺട്രോളർ, ഇത് ബാറ്ററി, LED ലൈറ്റ്. ഞാൻ ഇതിന് മുമ്പ് എങ്ങനെ ഉണ്ടാക്കിക്കണമെന്ന് വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് പിൻ ചെയ്തേക്കാട്ടാ. ഇനി ഇത് ചാർജ് ചെയ്യണം എങ്ങനെയാന്ന് കാണിക്കാം. C ടൈപ്പാണ്. കണ്ട അകത്തൊരു റെഡ് ലൈറ്റ്. ഇത് ചാർജ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ റെഡ് ലൈറ്റ് കത്തും. അത് ചാർജ് തീരുമ്പോൾ ബ്ലൂ ലൈറ്റിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ ചാർജ് ഫുള്ളായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഫുൾ ചാർജ് ആയിട്ട് നമുക്ക് എടുക്കാട്ടെ. ഇത് കഴിഞ്ഞിട്ട് ബാക്കി വേറെ ഒരു പരിപാടി കൂടി ഉണ്ട്. ഇനി നമുക്ക് ഇത് ഈ ബോട്ടിൽ സിലിക്കോൺ അടിച്ച് വെച്ചല്ലേ, നമുക്ക് ഒരു സൈഡിൽ നിന്ന് മുറിച്ച് ഇവിടം വരെ ആക്കാം. ഇപ്പോൾ ഒരു ഡോറ് പോലെ ആയിട്ടുണ്ട്. അതിന് നമുക്ക് ഈ ബോട്ടിലിന്റെ മുകളിലത്തെ ഭാഗത്ത് കുറച്ച് സിലിക്കോൺ തേച്ചെടുക്കാം കേട്ടോ. സിലിക്കോൺ നമ്മൾ ഉണ്ടാക്കിയ സംഭവത്തിന്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാം. ഇനി ഒരു ദിവസത്തേക്ക് നമുക്ക് ഇത് ഉണങ്ങാൻ വേണ്ടി വെക്കാട്ടോ. ഞാൻ തുറന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ടൈറ്റാണ്. അത്യാവശ്യം ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ക്ലോസും ചെയ്യാം കേട്ടോ. കറക്റ്റായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളും. ഇനി ഇതിൻ്റെ അകത്ത് എന്തോരം ലൈറ്റ് ഉണ്ടെന്ന് കാണിക്കാട്ടാ. അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്. ലൈറ്റിന്റെ പവർ എത്രയെന്ന് ഞാൻ കാണിക്കാം. ഞാൻ ലൈറ്റൊക്കെ വന്നതൊക്കെ മറച്ചിട്ടുണ്ട്. ഈ ലൈറ്റിന്റെ ഇന്റൻസിറ്റി അളക്കാൻ വേണ്ടിയാണ്. കേട്ടാ ഇപ്പൊ ഞാൻ ഇതിന്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ട്. നോക്കിയ 7.5 ആണ്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഓണാക്കി നോക്കാട്ടാ. ആ ലൈറ്റ് ഒന്ന് ഓണാക്കാം. ഇത് ഏറ്റവും ഡിമ്മാണ്. അത് 316. ഇനി പതുക്കെ നമുക്ക് കൂട്ടാം. മാക്സിമം എന്തോരം വരെ പോകുമെന്ന് നോക്കാം. 16,000 വരെയാണ് അതിൻ്റെ പവർ. നമുക്ക് അത്രയൊന്നും വേണ്ട. നമുക്ക് 3,000 ഒക്കെ മതി. 3,000 അടിയിലൊക്കെ മതി. കുറക്കാം. അപ്പോൾ കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും. $3,000 വേണ്ട. അപ്പോൾ അടുത്ത വീഡിയോസിൽ നമുക്കിനകത്ത് പ്ലാൻസ് വെച്ചിട്ട് ഞാൻ എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഓക്കെ.